ഓം നമോ നാരായണായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ജ്ഞാനകർമ്മ സന്യാസയോഗം ഭഗവത്ഗീത ചാപ്റ്റർ 4 അടുത്ത ഒരു ശ്ലോകം, അതായത് ശ്ലോകം 9 നോക്കാം. അപ്പോൾ ഭഗവാൻ ജ്ഞാനം, അതിൻ്റെ ആ ഒരു ശരിയായ ജ്ഞാനം അർജുനനെ ഉപദേശിക്കുന്ന ഒരു ചിത്രമാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഭഗവാൻ പറയുന്നു, അർജുന, എൻ്റെ ജന്മം കഴിഞ്ഞുപോയ ജന്മം എല്ലാം ഞാൻ അറിയുന്നു, എന്നാൽ നീ അതൊന്നും അറിയുന്നില്ല എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ കുറച്ച് ശ്ലോകങ്ങളിൽ ഈ ചാപ്റ്ററിൽ നമ്മൾ കണ്ടു. അപ്പം എന്താ പറയുന്നതെന്ന് അടുത്ത് നോക്കാം. ശ്ലോകം 9 ചൊല്ലാം. ജന്മകർമ്മജമേ ദിവ്യം ഏവം യോ വേത്തി തത്വതഃ തെക്വാ ദേഹം പുനർജന്മ നൈതി മാമേതി സോർജുന. അതായത്, അല്ലയോ അർജുന, എൻ്റെ ദിവ്യമായ ജന്മവും കർമ്മവും ഇങ്ങനെ താത്വികമായിട്ട് ആരറിയുന്നുവോ അയാൾ ദേഹം ത്യജിച്ചിട്ട് പിന്നെ മറ്റൊരു ജന്മത്തെ പ്രാപിക്കുന്നില്ല, എന്നെ തന്നെ പ്രാപിക്കുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ എന്താണ് ജീവിതത്തിൻ്റെ ഉദ്ദേശം, അല്ലെങ്കിൽ അതിൻ്റെ ലക്ഷ്യം, അല്ലെങ്കിൽ എന്തിനാണ് ജീവിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ചുരുക്കമാണ് ഇവിടെ പറയുന്നത്. കാരണം ഭഗവാനിൽ എത്തിച്ചേരുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ജീവിതത്തിൻ്റെ ഉദ്ദേശം. പക്ഷെ നമ്മൾ വേറെ പല കാര്യങ്ങൾക്കും വേണ്ടിയാണ് നമ്മൾ ജീവിച്ച് ഈ ജീവിതം അവസാനിപ്പിക്കുന്നത്. എന്നാൽ ഭഗവാനെ പ്രാപിക്കുക, ഭഗവാനിൽ എത്തിച്ചേരുക, അതായിരിക്കണം. അങ്ങനെ എത്തിച്ചേരുന്ന ഒരാൾക്ക് പിന്നെ വേറെ ജന്മങ്ങളെടുത്ത് ഈ ഭൂമിയിൽ പ്രയാസങ്ങൾ അനുഭവിക്കേണ്ട ആവശ്യം വരില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഭഗവാൻ തൻ്റെ അവതാര ലീലകളെ മനസ്സിലാക്കി ധ്യാനിക്കുന്നു. ഈശ്വര സായുജ്യം എങ്ങനെയാണ് നേടേണ്ടത് എന്ന് ഒരു വിവരണം നമ്മുടെ അർജുനന് കൃത്യമായിട്ട് കൊടുക്കുന്നു. അപ്പോൾ പറയുന്നത്, ആത്മാവ് എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് ഈശ്വരൻ. നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു ചൈതന്യം തന്നെയാണ് ഈശ്വരൻ. അപ്പോൾ അതിന് ആ പരമാത്മാവ് നമ്മുടെ ഉള്ളിൽ എന്നും അവതരിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിനെ അറിഞ്ഞുകൊണ്ട് ജീവിക്കാൻ തുടങ്ങിയാൽ കുറച്ചുകൂടെ ജീവിതം എളുപ്പമായിരിക്കുമെന്നും പറയുന്നു. ആ പരമപദം എന്ന് പറയുമ്പോൾ ഈശ്വരനിൽ എത്തിച്ചേരുക, അതിനെയാണ് പരമപദം എന്ന് പറയുക. അപ്പോൾ ഈശ്വരനെ അറിയുക എന്നും പറയും. ഈശ്വരനിൽ എത്തിച്ചേരുക എന്ന് പറഞ്ഞാൽ ഈശ്വരനെ അറിഞ്ഞ് ഈശ്വരൻ എന്താണെന്ന് നമ്മൾക്കൊരു അറിവുണ്ടാവുക. അങ്ങനെ അതാണ് ആ പരമപദം, ഭഗവാന്റെ ആ സാമീപ്യം, അല്ലെങ്കിൽ ഭഗവാനെ അറിയുക, ഭഗവാൻ എന്താണെന്ന് അറിയുക. ആ അവസ്ഥ അത് പ്രയാസമാണത് അറിയാൻ. ആ അവസ്ഥയിലെത്തിയാൽ പിന്നെ അമരത്വമാണ്, പിന്നെ മരണമില്ലാത്തൊരവസ്ഥയാണ്. അപ്പോൾ ഭഗവാൻ അജനാണ്, അവ്യയനാണ് എന്നൊക്കെ നമ്മൾ ഒരുപാട് ശ്ലോകങ്ങളിൽ പറഞ്ഞു. ഭഗവാന് ജനനമില്ല, മരണമില്ല. അതുപോലെ ആ അമരത്വം നിറഞ്ഞ ആ ഒരു ലോകത്തിലേക്ക് നമുക്ക് ഉയരാൻ കഴിയും. അപ്പോൾ ഇപ്പോഴാണെങ്കിലും നമ്മൾ സാധാരണ ജനങ്ങളെ ഏറ്റവും കൂടുതൽ ഭയക്കുന്നത് മരണത്തെയും അസുഖങ്ങളെയും ഒക്കെയാണ്. അതായത് ഒരു അസുഖം വരുമ്പോൾ ഉടനെ നമ്മൾ പേടിക്കുന്നതിനൊക്കെ കാരണം നമുക്ക് മരണത്തെയാണ് പേടി. അപ്പോൾ ഈ മരണഭയമാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഭയം. അപ്പോൾ അങ്ങനെ ഭയക്കേണ്ട കാര്യമില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. കാരണം ഇവിടെ നിന്ന് ആരും മരിച്ച് എവിടേക്കും പോകുന്നില്ല. ഈ ഭൂമിയിൽ തന്നെ വീണ്ടും വീണ്ടും ജന്മങ്ങളെടുത്ത് വീണ്ടും വീണ്ടും നമ്മൾ വന്നുകൊണ്ടേയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ വീണ്ടും വീണ്ടും ജന്മം എടുക്കുന്നതിന് എന്തുകൊണ്ട് ഭയപ്പെടുന്നു എന്ന് പറഞ്ഞാൽ, ഓരോ ജന്മവും നമുക്കറിയാം എന്തുമാത്രം ക്ലേശവും ദുഃഖവും ഉള്ളതാണെന്ന്. അപ്പോൾ ഒരു പുതിയ ജീവിതം വീണ്ടും വീണ്ടും തുടങ്ങണമല്ലോ എന്നുള്ള ഒരു വിഷമം കൊണ്ടാണ് നമ്മൾ അങ്ങനെ ഓരോ ജന്മത്തെയും നമ്മൾ വേണ്ട എന്ന് പറയുന്നത്. അപ്പോൾ ജന്മ മരണങ്ങളിൽ നിന്ന് ആർക്കും പക്ഷേ മോചനമില്ല. ആ കർമ്മങ്ങൾ നന്നായാൽ നല്ല നല്ല ജന്മങ്ങൾ ലഭിക്കും.
അപ്പോൾ ജനിച്ചതിനേ മരണമുള്ളൂ, അപ്പോൾ ജനിക്കാതിരുന്നാൽ മരണമില്ല. അതുകൊണ്ട് ഭഗവാൻ അജനാണെന്ന് പറയും. ഭഗവാന് പുതിയ പുതിയ ജന്മങ്ങളില്ല. അതുപോലെ ഒരു അമരത്വത്തിലേക്ക് ഉയരാനുള്ള ഒരു കഴിവുള്ള ആളാണ് പിന്നെ ഓരോ മനുഷ്യനും എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പോൾ മോക്ഷമാർഗത്തെക്കുറിച്ചും കൂടെ ഈ ഒരു ശ്ലോകത്തിലും ഈ ഒരു ചാപ്റ്ററിലും ഒരുപാട് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ പറയുന്നത്, ഇപ്പോൾ നമ്മൾ ആധ്യാത്മികമായ പുരോഗതിക്ക് രണ്ട് രീതിയിൽ, അതായത് സഗുണോപാസന, നിർഗുണോപാസന, ഇങ്ങനെ രണ്ട് രീതി അവലംബിക്കാം. അതായത് സഗുണോപാസന എന്ന് പറയുമ്പോൾ ഒരു വിഗ്രഹം അല്ലെങ്കിൽ ഒരു രൂപം, അതിനെ ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ എന്താ പറയുക, നമ്മുടെ സാധനകൾ അനുഷ്ഠിക്കുമ്പോൾ അതാണ് സഗുണോപാസന. അല്ലെങ്കിൽ സാകാര ഉപാസന എന്ന് പറയും. ആകാരം കണ്ടുകൊണ്ട് അല്ലെങ്കിൽ ഒരു രൂപം കണ്ടുകൊണ്ടുള്ള ഉപാസന. ഇനി അല്ലെങ്കിൽ നിരാകാര ഉപാസനയുണ്ട്. അതായത് ഒരു ആകൃതിയൊന്നും നോക്കാതെ പിന്നെ ചെയ്യുന്ന ഒരു എന്താ പറയുക, ഒരു ബ്രഹ്മം എന്നൊക്കെ പറഞ്ഞ് ഉപാസിക്കുന്നവരുണ്ട്. അല്ലെങ്കിൽ ഓം എന്ന് പറയുന്ന ഒരു ശബ്ദത്തെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഉപാസിക്കുന്നവരുണ്ട്. അതാണ് നിരാകാര ഉപാസനം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു രൂപത്തെ അല്ലാതെയും ഉപാസിക്കാം, ഒരു രൂപത്തെയും ഉപാസിക്കാം. അങ്ങനെ എങ്ങനെയാണെങ്കിലും, പക്ഷേ എങ്ങനെ ഉപാസിച്ചാലും രണ്ടും എത്തിച്ചേരുന്ന ഒരേ സ്ഥലത്താണ്. അതുകൊണ്ടാണ് ഉപാസന സഗുണമായാലും നിർഗുണമായാലും ഉപാസകന് ആത്മാർത്ഥതയുണ്ടെങ്കിൽ അത് അയാളെ സത്യത്തിലേക്ക് എത്തിക്കും എന്ന് പറയുന്നു. അപ്പോൾ ഇതിന് കുറച്ച് ഒരുപാട് പടികളുണ്ട്. അതുകൊണ്ടാണ് പിന്നെ നമ്മളൊക്കെ ആ പടി 6 കടന്ന് അവിടെ ചെല്ലുമ്പോൾ ഭഗവാനെ കാണാകും എന്ന് പറയുന്നു. പടിയാറും കടന്നവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാകും ശിവശംഭോ. കാരണം നമ്മളൊക്കെ ആദ്യത്തെ പടിയിൽ നിൽക്കുന്നു. ഈ ആദ്യത്തെ പടി എന്ന് പറയുന്നത് ക്ഷേത്ര ദർശനമാണെങ്കിൽ ഇനിയും ഒരുപാട് പുരോഗമിക്കാനുണ്ട്. കാരണം ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്താലേ ആ ഒരു പരമപദത്തിൽ എത്താനാവൂ എന്നാണ് പറയുന്നത്. അപ്പോൾ വീണ്ടും ജന്മമുണ്ടാകാത്ത ഒരവസ്ഥ, അതാണ് അമരത്വം, അതാണ് പരമപദം, അതായത് ഭഗവാനിൽ എത്തിച്ചേരുക. അപ്പോൾ വീണ്ടും ഭഗവാൻ എന്താ പറയുന്നത്, ഒന്നും കൂടെ ആ ശ്ലോകം ചൊല്ലാം. ജന്മകർമ്മജ മേ ദിവ്യം ഏവം യോ വേത്തി തത്വതഃ തെക്താദേഹം പുനർജന്മ നൈതി മാമേതി സോർജുന. അർജുന, മേ ദിവ്യം ജന്മ, അതായത് എൻ്റെ ദിവ്യം ജന്മ, ദിവ്യമായ ജന്മവും കർമ്മച ഏവം തത്വതഃ, കർമ്മവും ഏവം ഈ പ്രകാരം തത്വതഃ താത്വികമായി യഹ വേത്തി സഹ ആരറിയുന്നുവോ, യഹ ആര്, യാതൊരുവൻ, വേത്തി അറിയുന്നുവോ, സഹ അവൻ, ദേഹം തെക്വ ദേഹം ത്യജിച്ചിട്ട്, പുനഃ ജന്മ ന ഏതി പിന്നീട് ഒരു ജന്മത്തെ പ്രാപിക്കുന്നില്ല, മാം ഏതി എന്നെ തന്നെ പ്രാപിക്കുന്നു. അപ്പം എന്താ പറയുന്നത്, അല്ലേ അർജുന, എൻ്റെ ദിവ്യമായ ജന്മവും കർമ്മവും ഇങ്ങനെ താത്വികമായി ആരറിയുന്നുവോ അയാൾ ദേഹം ത്യജിച്ചിട്ട് പിന്നൊരു ജന്മത്തെ പ്രാപിക്കുന്നില്ല, എന്നെ തന്നെ പ്രാപിക്കുന്നു എന്നാണ് ഈ ഒരു ശ്ലോകത്തിൻ്റെ അർത്ഥം. ഒന്നും കൂടെ ശ്ലോകം ചൊല്ലാം. ജന്മകർമ്മജമേ ദിവ്യം ഏവം യോ വേത്തി തത്വതഃ തെക്ത്വാ ദേഹം പുനർജന്മ നൈതി മാമേതി സോർജുന. ഓം തത്സത്. സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വാ സർവപാപേഭ്യ മോക്ഷയിഷ്യാമി മാ ശുച. അപ്പോൾ ഈ ഒരു ഭഗവാനെ എങ്ങനെയാണ് സാക്ഷാത്കരിക്കേണ്ടത്, ഈശ്വര സാക്ഷാത്കാരം എങ്ങനെയാണെന്ന് പറഞ്ഞു തരുന്ന ഈ ഒരു ശ്ലോകം ഭഗവാന്റെ വാണികൾ തന്നെയാണ്. അപ്പോൾ അത് നമുക്ക് തീർച്ചയായിട്ടും വിശ്വസിക്കാം. അപ്പോൾ ഈ ഭഗവത്ഗീത എന്ന് പറയുന്നത് പെട്ടെന്ന് ഒരു കഥ രൂപത്തിലൊന്നും അല്ലാത്തതുകൊണ്ട് കുറച്ച് പിന്നെ അതിലേക്ക് എത്താൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എങ്കിലും പതുക്കെ നമുക്ക് അതിങ്ങനെ കുറേ വായിച്ചും അത് പാരായണം ചെയ്തും ഒക്കെ ആകുമ്പോൾ നമ്മളത് കൂടുതൽ അതിലൊരു ഇൻട്രസ്റ്റ് വരും. അപ്പോൾ അത് ശ്രമിച്ച് നോക്കുക. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഇത്രയും ഭാഗം ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം തത്സത്.